നമ്മുടെ നാട്ടിൽ കാണുന്ന അണ്ണാന്റെ ടെറിട്ടറി എന്ന് പറയുന്നത് 2 മുതൽ അങ്ങോട്ടുള്ള ഏക്കറാണ്. ഇത്രയും വലിയ പ്രദേശം രജിസ്ട്രേഷൻ ഓഫീസിൽ പോയി രജിസ്ട്രേഷൻ ചെയ്തെടുക്കുന്നതല്ല എന്ന് നമുക്കറിയാമല്ലോ. മറ്റെല്ലാ മൃഗങ്ങളെയും പോലെ മൂത്രമൊഴിച്ചൊരു വേലിക്കെട്ടുണ്ടാക്കും. ഈ വേലിക്കെട്ടിനിപ്പുറം മറ്റൊരണ്ണാൻ വന്നുകൂടാ. വന്നാൽ പ്രശ്നമാണ്. എന്തിനാണ് ഇത്രയും വലിയ പ്രദേശം എന്നല്ലേ? ഒന്ന്, സ്വാഭാവികമായും ശത്രുക്കളിൽ നിന്നും സുരക്ഷിതമായി ഒളിക്കാനാണ്. കുറുക്കൻ ശത്രുവാണ്, പരുന്തു ശത്രുവാണ്, അങ്ങനെ മിക്ക ജീവികളും ഇവയുടെ ശത്രുക്കളാണ്. രണ്ടാമത്തെ കാരണം നമുക്കറിയാവുന്നതുപോലെ ഭക്ഷണ ലഭ്യതക്കാണ്. മൂന്നാമത്തെ കാര്യം പറയുന്നതിന് മുമ്പേ അണ്ണാന്റെ ഭക്ഷണം എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. പ്രധാനമായും നമ്മുടെ നാട്ടിൽ കാണുന്ന പഴങ്ങളാണ് ഇവയുടെ ഭക്ഷണം. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, അന്റാർട്ടിക്ക ഒഴിച്ച് ബാക്കി എല്ലാ ദേശത്തും ഈ അണ്ണാന്മാരുണ്ട്. അതുകൊണ്ട് ഓരോ ദേശത്തും കിട്ടുന്ന പഴങ്ങൾ ഇവയുടെ ഭക്ഷണമാണ്. അണ്ണാന്റെ മറ്റൊരു തരം ഭക്ഷണം പഴങ്ങളുടെ വിത്തുകളാണ്. മാങ്ങയണ്ടി, ചക്കയണ്ടി, പറങ്കിയണ്ടി തുടങ്ങിയ എല്ലാ വിത്തിനങ്ങളും ഇവയുടെ ഭക്ഷണമാണ്. നമുക്ക് സംശയം വരാറില്ലേ, മാവ് മുളച്ചു വരാൻ ഒരു മാങ്ങയണ്ടി മാത്രം മതിയല്ലോ, പിന്നെ എന്തിനാണ് ഒരു മാവിന്റെ എല്ലാ മാങ്ങയ്ക്കും മാങ്ങയണ്ടികൾ എന്ന്? പകരം അണ്ടിയുടെ ഭാഗം കൂടെ മാംസള ഭാഗമായി തീർന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ ചിന്തിച്ചിട്ടുണ്ട്. പ്രപഞ്ചത്തിലെ ഇത്തരം രൂപകൽപ്പനകൾ അണ്ണാനെ പോലെയുള്ള എലിവർഗ ജീവികൾക്ക് കൂടെ വേണ്ടിയുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ഉത്തരത്തിലേക്ക് വന്നാൽ, അണ്ണാന്മാർ മികച്ച ആസൂത്രകരാണ്. ശൈത്യകാലത്തേക്ക് ഭക്ഷണം ശേഖരിച്ചു വെക്കുന്നവരുമാണ്. അപ്പോൾ അവർ ഇത്തരം മാങ്ങയുടെയും ചക്കയുടെയും ഒക്കെ വിത്ത് ശേഖരിച്ചു വെക്കും. അണ്ണാന്മാർ ഒരു സ്ഥലത്ത് മാത്രം ശേഖരിച്ചു വെക്കില്ല, വിവിധ ഇടങ്ങളിലാണ് ശേഖരിച്ചു വെക്കുക. മഴ വന്ന് അവിടെയൊക്കെ വെള്ളം കയറിയാൽ വിവിധ ഇടങ്ങളെ ആശ്രയിക്കാമല്ലോ. അതിന് ധാരാളം സ്ഥലം വേണം. അപ്പോൾ ടെറിട്ടറിയുടെ വലിപ്പം കൂടണ്ടേ? അതുകൊണ്ട് തന്നെ സ്പീഷീസിന്റെ ഇനങ്ങൾ അനുസരിച്ച് 2 മുതൽ 25 ഏക്കർ വരെയാണ് ഇവരുടെ ടെറിട്ടറി.